ഹലോ. പിന്നെ നമുക്കൊന്നൊരു സ്ഥലത്തേക്ക് പോയാലോ? വേറെ എവിടേക്കുമല്ല, ഞങ്ങൾ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 16 കിലോമീറ്റർ മാറിയിട്ട് കോടനാട് കാപ്പിരിക്കാട് എന്ന് പറഞ്ഞിട്ടൊരു അഭയാരണ്യം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആനകളൊക്കെ കൊണ്ടുവന്നിട്ട് മെരിക്കൂലേ, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. കുറച്ച് ദിവസം മുമ്പ് ന്യൂസിലുണ്ടായിരുന്നില്ലേ, തലൻ്റെ ഇവിടെ വലിയൊരു ഹോളൊക്കെ ഉണ്ടായിട്ട് കിളികളൊക്കെ വന്നിരുന്നിട്ട് ഒരു ആനേനെ കൊണ്ടുവന്നിരുന്നിട്ട് ആന ചത്തുന്നോ ചെരിഞ്ഞു എന്ന് പറയാം, അറിയില്ല. എന്തായാലും അങ്ങോട്ട് നമ്മൾ പോയി നിൽക്കണേ. അവിടെ വേറെ ആനകളൊക്കെ ഉണ്ട്, പിന്നെ കുറച്ച് മൃഗങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതാണ് സ്ഥലം. ഞങ്ങൾ ഇതിന് മുമ്പ് ഒരു വട്ടം വന്നിക്കണം കേട്ടോ അങ്ങോട്ട്. അന്ന് ഇത്രയൊന്നും സെറ്റപ്പ് ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ഒന്നും കൂടി സെറ്റപ്പ് ആക്കിക്കണം. നല്ല അടിപൊളി ഒരു വെള്ളത്തിൻ്റെ സെറ്റപ്പ് ആക്കിക്കണം. പിന്നെ ആ എഴുതിയതൊക്കെ ഉണ്ടായി. ഞങ്ങൾ ആദ്യം വന്നപ്പോൾ ഈ എഴുത്തൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഏതായാലും അവിടെ കണ്ടതല്ലേ, അതിൻ്റെ മുകളിൽ കയറി 2-3 ഫോട്ടോ കുറച്ച് വീഡിയോസൊക്കെ എടുത്തും കൂടെ പോന്നു. എന്തിലൊക്കെ വേണ്ട ഇടാൻ. പിന്നെ ടിക്കറ്റൊക്കെ എടുത്ത് ഒരാൾക്ക് 75 ഉറുപ്പ്യയായിട്ട് തോന്നുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ കയറാൻ. ടിക്കറ്റ് എടുത്ത് കയറുമ്പോൾ തന്നെ അതേമാതിരി ഒരു നടപ്പാതയാണ്. 2 സൈഡിലും നല്ല ചീവീടും കിളിയാളും അണ്ണാനും ഒക്കെ ഉണ്ട്. നല്ല കിരികിരീന്ന് പറഞ്ഞ സൗണ്ടൊക്കെ ഉണ്ട്. എന്തായാലും ഞാനും കുഞ്ഞിപ്പെണ്ണ് ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങൾ ഓടലും നടക്കലും ചാടലും മണ്ടലൊക്കെയാണ്. കുഞ്ഞിപ്പെണ്ണിനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അവൾക്ക് ഇങ്ങനെ നടക്കണം. പിന്നെ കുറച്ച് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു മിനി സൂ എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. മിനി സൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര മിനി സൂ ആണ്. കാര്യം എന്താ വെച്ചാൽ കുറച്ച് മാനുകളും ഉണ്ട്, കുറച്ച് മ്ലാവും ഉണ്ട്. അതാണ് മിനി സൂ. പിന്നെ നമ്മളെ വലിയ ആൾക്കാർ അപ്പുറത്തുണ്ട് കേട്ടോ. ഇവിടെ കാപ്പിരിക്കാട് എന്നാണ്, ഞാൻ പറഞ്ഞല്ലോ കാപ്പിരിക്കാട് എന്നാണ് പേര്. ഞങ്ങൾ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന്. ഞങ്ങൾക്ക് പിന്നെ വീഡിയോ എടുക്കാൻ ആരും സഹായവും വേണ്ട, ഞങ്ങൾ ട്രൈപ്പോഡ് തന്നെ മതി. ഓനവിടെ കുത്തിച്ചാരി വെച്ചിട്ടാണ് ഞങ്ങൾ വർത്താനം പറിച്ചത്. കുഞ്ഞിപ്പെണ്ണിനോട് കുരങ്ങനെ കിട്ടിക്കണം. നല്ല രസമല്ലേ കുരങ്ങനെ, ഒക്കെ കളറേ ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ കളിപ്പാട്ടം വാങ്ങാൻ പോയപ്പോൾ വേറൊന്നും വേണ്ട. ഞങ്ങൾ വാങ്ങാൻ പോയ കാര്യം വേറെയാണ്, ഓളെടുത്തുകൊണ്ട് വന്നത് വേറെയാണ്. അതെന്തെങ്കിലും ആവട്ടെ, വിഷയത്തിൽ നിന്ന് തിന്നി മാറുന്നു. അപ്പോൾ ഞങ്ങൾ ഈ മാവിൻ്റെ വീഡിയോ എടുത്തുകൊണ്ട് വന്നപ്പോൾ ഉള്ളിൽ നിന്ന് 2 ആൾക്കാരോട് ഇറങ്ങി നിൽക്കുക. അങ്ങനെ അപ്പോൾ നിങ്ങൾ ഓൾത് മാത്രം എടുക്കണ്ട പറഞ്ഞിട്ട് ഇപ്പോൾ വരും. ഇനി ഞങ്ങളെയും കൂടി പെടുത്തി, നിങ്ങൾ യൂട്യൂബിലിടാനല്ലേ ഇത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് പോലെ അത് ഇറങ്ങിയിരുന്നു. അപ്പോൾ എന്തായാലും അവിടുന്ന് കുഞ്ഞിപ്പിട്ട് പോയില്ല. ഓൾക്ക് അവിടെ നല്ലോണം പറ്റിക്കണം. ഓല തുണുമ്പോൾ ചരി അടക്കുക. വാപ്പിയും ആൾ ലാസ്റ്റ് അടിയായി. പിന്നെ വാപ്പാൻ്റെ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് കൊടുത്തിട്ട് അങ്ങനെ ഓലിയും കൊണ്ട് എവിടെ നിന്ന് ഓലുണ്ട് പോരിനോളത് അടക്കണം. ഈ പെണ്ണിനെ എവിടെയെങ്കിലും കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റിങ് കൊണ്ട് നടക്കണം, അല്ലെങ്കിൽ ഒക്കെ നടക്കണം. ഏറ്റിങ് കൊണ്ട് നടന്നാൽ പറയും നടന്നാൽ മതി, നടക്കുമ്പോൾ പറയും എടുക്കണം. പിന്നെ എന്തായാലും എങ്ങനെ ഈ മക്കൾക്ക് വലിയ വിചാരമുണ്ടോ തള്ളാരെന്തെങ്കിലും പുറത്തിറങ്ങണം, ഒന്നും എല്ലാവരും അവിടെ കാണാനൊന്നും സുഖസുന്ദരമായിട്ട് നടക്കണം എന്നുള്ളത് എവിടെ നിന്ന്. വിറ്റങ്ങൾ ഇങ്ങനെ തന്നെയാണ്, പറഞ്ഞിട്ടും കാര്യമില്ല. ഓരോ പ്രായപ്പം അതല്ലേ, നമ്മളിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടല്ലേ വന്നത്. നമ്മളമ്മമാരടങ്ങേറിപ്പോൾ നമുക്ക് ഒന്നുണ്ടാവണം. എൻ്റെ അമ്മ എപ്പോഴും പറഞ്ഞിരുന്നു, എനിക്കൊക്കെ മക്കളുണ്ടാകുമ്പോഴുള്ള അറിയാം എൻ്റെ ഇടങ്ങാറ് എന്തായിരുന്നു എന്നുള്ളത്. വിറ്റങ്ങൾ പറഞ്ഞ് എന്നെ നമുക്ക് പഠിച്ചു ഇങ്ങനെ ഇടങ്ങാറാൾ തരുന്നതിന്. പക്ഷെ ഇത് ഇത്ര ഇടങ്ങാറൊന്നുമല്ല കേട്ടോ. മക്കൾ ഓരോന്ന് കാട്ടുമ്പോൾ തന്നെയല്ലേ നമുക്ക് ഓരോ കളിയും ചെരുവൊക്കെ കാണാനല്ലേ സന്തോഷം. അപ്പോൾ എന്തായാലും അതാ ഈ കുരങ്ങനും അത് എൻ്റെ കുട്ടീനെയും കൊണ്ട് പോകണം. വെറുതെ പറയാം കേട്ടോ. മൂപ്പരങ്ങനെ ഒന്നുമല്ല, മൂപ്പര് നല്ല സ്നേഹമാണ്. അതൊക്കെ പോട്ടെ, ഇപ്പം നമ്മൾ എങ്ങോട്ട് പോകണമെന്നല്ലേ. പിന്നെ ഇപ്പം നമ്മൾ കാണാൻ വന്ന കാര്യം നമ്മൾ കണ്ടില്ലല്ലോ. അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ. നമ്മൾ കാണാൻ വന്ന കാര്യം എന്താണെന്നറിയോ? അതാ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്, ഓരെയാണ് നമ്മൾ കാണാൻ വന്നത്. ഇച്ചിങ്ങനെ ദൂരം നോക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പറയാം. പക്ഷെ അടുത്തുനിന്ന് പറഞ്ഞാൽ അല്ല, അടുത്തേക്ക് പോകണമെന്ന് വെച്ചാൽ അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. കാര്യം എന്താ പറയുക, ഒരു നമ്മളെന്തെങ്കിലും കാട്ടിയാലോ. അപ്പോൾ കാണാൻ വന്ന ആൾക്കാർ ഇതാക്കണം. ഇയാളെ പേരെന്താണെന്നറിയോ? ഇയാളെ പേര് അഞ്ജന. അഞ്ജന ഭയങ്കര ഡാൻസ്, അഞ്ജനല്ല പാർവതി, ഭയങ്കര ഡാൻസ് ആയിട്ടാണ്. ഇതാണ് അഞ്ജനേൻ്റെ ഡാൻസ് ഉണ്ടല്ലോ ഞങ്ങൾ. അഞ്ജന ഉത്സാഹമായ ഡാൻസ്. ഇതാണ് പിന്നെ ആശയ്ക്ക് നല്ല ഡാൻസൊക്കെ. ആശയ്ക്ക് അപ്പുറത്ത് വെക്കുന്ന ആളുടെ പേര് കണ്ടേന് ശേഷം മറന്നും പോയി. അപ്പോഴാണെങ്കിൽ കൊമ്പനാണ് ഹരിപ്രസാദ് ഡാൻസറിന് പിന്നിലൊന്നല്ല. പിന്നെ ഇതാരാന്നറിയോ? എന്താ സുജാത എന്തുവാണ് അതിൻ്റെ പേര്. 37 എന്തായാലും പിണങ്ങിക്കണം. എന്തേ പറ്റിയെന്നാവോ? ഹരിപ്രസാദ് ഞങ്ങളോട് വർത്താനം പറയാൻ നിന്നിട്ടാണാവോ 37 പയച്ചുക്കണം. പിന്നെ ഇതാണ് പീലാണ്ടി ചന്ദ്രു. മൂപ്പര വയനാട്ടിൽ നിന്ന് അവിടെ നിന്ന് കൊണ്ടാണ്. ആരൊക്കെ കൊന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ മെരിക്കുകയാണ് കൊണ്ടു. മൂപ്പര അടുത്ത് തന്നെ ഉണ്ട് മൂപ്പര മെരിക്കുക കൂടൊക്കെ. ചന്ദ്രു 49 വയസ്സുണ്ട്. എന്തായാലും എൻ്റെ ഉപ്പാൻ്റെ പ്രായം ഉണ്ട് ആൾക്ക്. ആളെ ദുൽമ ചില്ലറുന്നല്ല, അങ്ങനെ തന്നെ ആണ്. ഇവിടെ കൊണ്ടിട്ടുണ്ടില്ല, ചിലപ്പോൾ ആ കാട്ടുകൂടെ നടന്നാൽ പോരുന്നില്ല. എന്തായാലും കുഞ്ഞിപ്പെണ്ണും വാപ്പിയും തോറ്റു. ലാസ്റ്റ് ഞാൻ തന്നെ എടുക്കേണ്ടി വന്നു. പിന്നെ ഞങ്ങൾ ആനയുടെ കുളിസിയും കാണാൻ പോവാട്ടോ. ആനകളൊക്കെ കുളിപ്പിച്ച് രാവിലെ തന്നെ ഓല കൂട്ടിക്കൊണ്ടായിരുന്നു. ഞങ്ങൾ ഈ നട്ടുച്ചക്ക് വന്നിട്ട് എന്തൊക്കെ കുളിസിയും കാണാനാണ്. നല്ല ഊഞ്ഞാലൊക്കെ ആടി കുറച്ച് നേരം. ഒരു പുഴ എന്നല്ല, പെരിയാറാണ്. പെരിയാറിൻ്റെ തീരത്ത് കൂടെയാണ് ഞങ്ങൾ ഈ നടക്കണത്. ഒരു പുഴാന്നേ, ഒന്നും അറിയില്ല, എന്തെങ്കിലുമൊക്കെ പറയുന്നേ ഏതമ്മൾ. അതൊക്കെ പോട്ടെ, ഞങ്ങൾ കുഞ്ഞിപ്പെണ്ണിനെ മടിയിലിരുത്തി ആടണ്ട. ഞാൻ വലുതേക്കണിപ്പാ, ഞങ്ങൾ കാട്ടി തന്നാൽ മതി, നിങ്ങളെ മടിയിൽ നിന്ന് ഞാൻ ഇരിക്കണം എന്നിട്ടോ അതാവും ഞാൻ നമ്മൾ കയറിയിരിക്കണം.
എന്നാലും നല്ല രസമുണ്ട്. കാടിൻ്റെ ഉള്ളിൽ കുറേ ഊഞ്ഞാലുണ്ട്. ഒരാൾ ഇറങ്ങി മറ്റാൾ കയറാൻ വേണ്ടി ഇങ്ങനെ കാത്തുക്കൊന്നും വേണ്ട, ഇഷ്ടംമാതിരി ഊഞ്ഞാലുണ്ട്. എല്ലാ മരത്തുകളും ഓരോന്നുണ്ട് പറഞ്ഞാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അത്രയും ഊഞ്ഞാലുണ്ട്. ഇതിപ്പോൾ പുതിയതാട്ടോ, ഇത് പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ അതിന് മുമ്പുണ്ടായിരുന്നില്ല, ബാക്കിയൊക്കെ ഇവിടെ മുമ്പുണ്ടായിരുന്നതാണ്. പിന്നെ കുട്ടികളെ കുറേ കളിസ്ഥാനങ്ങളൊക്കെ പുതിയതുകൾ വന്നിരിക്കും. ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് കുട്ടികളെ ഒരു പാർക്കാണ്. അതാണ് ഏറ്റവും വലിയ ചതി. ബിറ്റങ്ങളെ കൊണ്ട് ലാസ്റ്റ് ഇറങ്ങാനായില്ലേന്ന് വിചാരിച്ച് ചെല്ലണത് ബിറ്റങ്ങളെ പാർക്കൊക്കെ, പിന്നെ തീർന്നില്ലേ, പോരൂല. എന്തായാലും കുഞ്ഞിപ്പെണ്ണിന് ഞങ്ങൾ പൊക്കി വേഗം. അപ്പോൾ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.